സാമ്പാർ കഷ്ണത്തിൽ കുറച്ചേ ഉള്ളൂ കഷ്ണങ്ങൾ. എന്നാൽ അത് വെച്ചിട്ടൊരു അവിയൽ കറി ഒപ്പിച്ചാലോ എന്ന് വയ്ക്കുക. എന്നാലേ കഷ്ണങ്ങളെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി നീളത്തിലിങ്ങനെ കുനുകുനാന്ന് അരിയണം. ഇതാ ഇപ്പം എല്ലാ കഷ്ണങ്ങളും ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞ് കാണാൻ നല്ല ഭംഗിയിൽ. ഇതിലേക്ക് ഞാൻ 2 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനും ചിരണ്ടി വെച്ചു. ഇനി ഇതിന്ന് പകുതി നാളികേരമാണ് വേണ്ടത്. പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു, പകുതി മാറ്റി വയ്ക്കും. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്തും. എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ചൂരമുളക്, പിന്നെ കോലമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി, അത് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ്, അതും ഇതിനോടൊപ്പം ചേർത്തു. ഒരു തുള്ളി വെള്ളം ചേർത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടെ അതിനോടൊപ്പം അരിഞ്ഞ് ചേർത്തു. എന്നിട്ടിത് നല്ലപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോഴേക്കും അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകി ഞാൻ 3-4 പ്രാവശ്യം ഇത് കഴുകി കളഞ്ഞു. അതിന് ശേഷം കുറച്ച് നേരം വെള്ളമൊക്കെ മാറ്റി വെച്ചു. അതിനുശേഷം ചീഞ്ചട്ടിയിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമ്മി, നല്ലപോലെ തിരുമ്മി, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് പച്ചമുളകൊക്കെ ഇട്ട് വേപ്പിലിട്ട് അടച്ചു വെച്ചു. കുറച്ച് സമയം ആവിയിൽ ചെറിയ തീയിൽ അത് വേവണം. അതിനുശേഷം തുറന്ന് നോക്കുക. എന്നിട്ട് ഈ അരപ്പ് ഒഴിക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ തൈര് ഒഴിക്കുക. പതുക്കെ കഷ്ണങ്ങൾ കുഴഞ്ഞു പോവാതെ ഇളക്കി മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വീണ്ടും നമ്മൾ മാറ്റി വെച്ച നാളികേരം അതിലേക്ക് ഇടാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പതുക്കെ ഇളക്കി അതിനുശേഷം ചൂടുള്ള ചോറിലേക്ക് ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.